വാശിയേറിയ ഒരു പോരാട്ടത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. നിതിൻ നമ്മൾ പറഞ്ഞു കണ്ണ് ചിമ്മി തുറക്കും മുൻപ് അവരിങ്ങോട്ടെത്തും. അതെ തീർച്ചയായും. അതായത് ഈ വളരെ വേഗത്തിലോടുന്ന മത്സരമാണ് 100 മീറ്റർ. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല. ഏതായാലും ഈ ജൂനിയർ പെൺകുട്ടികളുടെ മത്സരം 100 മീറ്റർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുമ്പോൾ 8 പേരാണ് 8 ലൈനിലുള്ള. ഇതിൽ ചില ലൈനുകൾക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ 3-ം നമ്പർ ട്രാക്കിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 100 മീറ്ററിൽ മത്സരിച്ച 6 പേരിൽ 6 പേരും ജയിച്ചത് 3-ം നമ്പർ ട്രാക്കിലാണ്. ആ 3-ം നമ്പർ ട്രാക്കിന് കഴിഞ്ഞ വർഷം ഒരു ഭാഗ്യമുണ്ടായിരുന്നു. ഇത്തവണ ആ 3-ം നമ്പർ ട്രാക്കിൽ മത്സരിക്കുന്നത് ഹീറ്റ്സിൽ ഏറ്റവും മികച്ച പ്രകടനം റെക്കോർഡിന് തൊട്ടടുത്തെത്തിയ ദേവനന്ദയാണ്. ദേവനന്ദ പുല്ലൂരാമ്പാറയാണ്, കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന പുല്ലൂരാമ്പാറയുടെ ദേവനന്ദയാണ്. ട്രാക്കിന്റെ അങ്ങേ അറ്റത്ത് നമ്മൾ വലതുവശത്ത് നിന്ന് ഇടതോട്ടൊന്ന് പാൻ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ 1-ാമത്തെ ട്രാക്കിൽ അന്നാമരിയ വരുന്നു, 2-ാമത്തെ ട്രാക്കിൽ ശ്രേയ ആർ വരുന്നു, 3-ാമത്തെ ട്രാക്കിൽ ദേവനന്ദ വി ബിജു HSS പുല്ലൂരാമ്പാറ 12.37 സെക്കൻഡിൽ ഹീറ്റ്സിൽ ഓടിയെത്തിയ 3-ാമത്തെ ട്രാക്കിൽ ദേവനന്ദ, 4-ാമത്തെ ട്രാക്കിൽ നന്ദന, 5-ാമത്തെ ട്രാക്കിൽ മിഥുന TP, 6-ാമത്തെ ട്രാക്കിൽ അനാമിക അജേഷ്, 7-ാമത്തെ ട്രാക്കിൽ ശ്രീനന്ദ, 8-ാമത്തെ ട്രാക്കിൽ ജിൽഷ അനിൽ എന്നിവരെത്തുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ 100 മീറ്റർ പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 100 മീറ്റർ റേസ് തുടങ്ങാൻ പോവുകയാണ്. ആരാകും കൗമാര കേരളത്തിന്റെ വേഗരാജാവ്, വേഗറാണി ആര് എന്നുള്ളത് നമ്മൾ എല്ലാ തവണയും നമ്മളിങ്ങനെ കാത്തിരിക്കും. എല്ലാ തവണയും നമ്മൾ കഴിഞ്ഞ തവണ നിതിൻ ഇത് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ്. പക്ഷേ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇത് ടെലിവിഷനിൽ മനസ്സിലായില്ല ഇത് ആര് ജയിച്ചു എന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റില്ലെന്നേ. തീർച്ചയായും ഇത് വളരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സ്റ്റാർട്ട് ചെയ്തു 100 മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ. നോക്കൂ, ആരാണ് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത 3-4 ട്രാക്കിൽ ഓടിയ വിദ്യാർത്ഥികൾ വേറെ മുന്നിൽ വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഫലം നമുക്ക് ഔദ്യോഗികമായി പറയാൻ പറ്റില്ല. ഫോട്ടോ ഫിനിഷ് എന്നുള്ള രീതിയിലേക്ക് തന്നെ പോവുകയാണ്. ഒരല്പം എഡ്ജ് GV രാജയ്ക്കുണ്ടോ നന്ദനയ്ക്കുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. ആരാണ് എന്നുള്ളത് കൃത്യമായി അവർ പറയും. നേരിയ വ്യത്യാസം ദേവനന്ദയാണോ 3-ാം ട്രാക്കിൽ ഓടിയ ദേവനന്ദ കോഴിക്കോട് താരം 12.45. അതാണ് ആ ബോർഡിൽ തെളിഞ്ഞു വരുന്നത്. ആ ബോർഡ് ഒന്ന് നമ്മുടെ ക്യാമറാമാൻ ഒന്ന് സൂം ചെയ്താൽ ആ ബോർഡിലേക്ക് സൂം ചെയ്താൽ നമുക്ക് കൃത്യമായി കാണാം. ദേവനന്ദ HSS പുല്ലൂരാമ്പാറ കോഴിക്കോട് 12.45 സെക്കൻഡിൽ ഓടിയെത്തി ദേവനന്ദ. നിതിൻ പറഞ്ഞതുപോലെ തന്നെ 3-ാമത്തെ ട്രാക്കിൽ എനിക്കതറിയാൻ പറ്റും. എനിക്ക് കുറച്ച് കൂടുതൽ ഓക്കെ ദേവനന്ദ HSS പുല്ലൂരാമ്പാറ കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ നിന്ന് ഇറങ്ങി പാറി വന്ന് ദേവനന്ദ ഈ ഗോൾഡിങ് എടുത്തു കൊണ്ടുപോവുകയാണ്. 12.45 ദേവനന്ദ. ദേവനന്ദയുടെ പ്രതികരണം നല്ല പ്രകടനമായിരുന്നു. അതിന്റെ ഫൈനലിൽ എടുക്കാൻ പറ്റുമോ? എനിക്ക് അപ്പൻഡിക്സ് ആയിട്ട് വേദനയായിട്ട് നിൽക്കുക, പറ്റില്ല, അങ്ങനെ കുഴപ്പമില്ല. അപ്പം അത്തരത്തിൽ ആരോഗ്യ പ്രശ്നത്തോടെയാണ് ഓടിയത് അല്ലേ? കോച്ചുകാരനോട് ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്? അനന്ത് സാർ. സാർ ഇവിടെ ഉണ്ടോ? ഇത് 100 മീറ്ററിൽ ആദ്യത്തെ സ്വർണ്ണമാണോ? ജൂനിയർ മീറ്റിൽ സ്റ്റേറ്റ് സ്വർണ്ണായിരുന്നു. പോകാൻ പറ്റില്ല. എന്താ നെക്സ്റ്റ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആളിപ്പോ ഹോസ്പിറ്റലിലാണ്, മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഡോക്ടർ സർജറി പറഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അത് കാരണം ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ഇത് കഴിഞ്ഞ നേരെ സർജറി ഞാൻ പോവുകയാണ്. ഇനിയിപ്പോ അപ്പൻഡിക്സ് സർജറി നിൽക്കുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ച എടുത്താണ്. HRDS അക്കാഡമിയാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. അവരൊറ്റ സപ്പോർട്ടിനാണ് ഇപ്പൊ ഇങ്ങനെ നിന്ന് പോകുന്നൊക്കെ. അതുകൊണ്ട് ഇതാണ് സാർ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ. സന്തോഷം, ഭയങ്കര സന്തോഷം. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. പുല്ലൂരാമ്പാറയുടെ ഒരു തിരിച്ചുവരവായിട്ട് കാണുന്നു. പുല്ലൂരാമ്പാറ ഇനി വരും, ഇനി അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിലാണ് സന്തോഷം. ടൈം ബെറ്റർ അല്ല, ജൂനിയർ സ്റ്റേറ്റിനൊക്കെ നന്നായി സമയം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നാഷണൽ പഠിക്കും, നാഷണലിനൊക്കെ നല്ല സമയം ചെയ്യാൻ ശ്രമിക്കും. താങ്ക് യു. ദേവനന്ദ എങ്ങനെയുണ്ടായിരുന്നു? ഓടി ഇങ്ങ് എത്തിയല്ലോ 12.45. സന്തോഷം തോന്നി? ഹീറ്റ്സിൽ ഇതിനേക്കാളും കുറഞ്ഞ സമയമായിരുന്നു. 12.37 ഏരിയ വ്യത്യാസം. വളരെ ഹാപ്പി ആയോ? ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇപ്പം പ്രയാസമില്ല? ആശുപത്രിയിൽ നിന്ന് വരിക. ഈ ഓട്ടം നമുക്ക് അങ്ങ് നാഷണൽ ലെവലിൽ നമുക്ക് മെഡൽ കൊണ്ടുവരണം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ HSS പുല്ലൂരാമ്പാറയുടെ
ഒരു തിരിച്ചു വരവ് എന്ന് കോച്ച് പറയുകയാണ്.